നമസ്കാരം, കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ 3ാം വാർഷിക പൊതുയോഗവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും കടയ്ക്കൽ പഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ച് നടന്നു. കുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപിള്ള പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഓഹരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് കേവലം കുറച്ച് ആഹ്വാനങ്ങൾ മാത്രമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. അത് പ്രാവർത്തികമാക്കുമായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ കാലയളവിൽ ഏതാണ്ട് 40,000 കശുവണ്ടി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു. കശുവണ്ടി കർഷകർക്ക് തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് അതിനെ എങ്ങനെ പരിപാലിച്ച് വളർത്തണമെന്ന് വിവിധ സന്ദർഭങ്ങളിൽ അതിനാവശ്യമായ ആ മേഖലയിൽ അറിവ് സമ്പാദിച്ചിട്ടുള്ള കാർഷിക ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിന് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട വളങ്ങളും ആ കൃഷി എങ്ങനെ പരിചരിക്കപ്പെടണം എന്നതിനെല്ലാം ആവശ്യമായ ക്ലാസ്സുകൾ അതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. തേനീച്ച കർഷകരെ സംബന്ധിച്ച് കമ്പനി ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി മേഖല. ആ കർഷകർക്ക് ആവശ്യമായ പരിശീലനം, അതിനാവശ്യമായ ഉപകരണങ്ങൾ, അതിനാവശ്യമായ മേഖലകളിൽ കൊണ്ടുപോയി പരിശീലിപ്പിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ കമ്പനി ഈ കാലയളവിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷം കൊണ്ടത് നല്ലതുപോലെ കൂട്ട് പഠിച്ചുകൊണ്ട് വന്ന ആൾക്കാർ നമ്മുടെ ഈ കമ്പനിക്കകത്ത് ഓഹരി ഉടമകളായിട്ടുണ്ട്. 22 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മളെന്താ ഒറ്റക്കെട്ടയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റുന്നില്ല. ഇതുപോലൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പുറകെ നമ്മുടെ ഈ ഡയറക്ടറോട് അങ്ങനെ കണ്ടാൽ അതാ പ്രശാന്ത ലക്ഷണം കൊണ്ടാണ് ഈ ഒരു നേട്ടം നമ്മൾ കൈവരിക്കാൻ കഴിഞ്ഞത്. അതിനുപരി നമ്മൾ ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഫലശ്രീ പദ്ധതി എന്നുള്ള രീതിയിലൊരു പ്രോജക്റ്റ് രൂപം കൊടുത്തു. നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ 1 ലക്ഷം ഫലവൃക്ഷ തൈകൾ നമ്മൾ ഈ സ്ഥലങ്ങളും ബ്ലോക്ക് അതിർത്തിയിലും മറ്റു സ്ഥലങ്ങളിലുമായി കൊടുക്കാനുള്ള ഒരു തീരുമാനം കമ്പനി ബോർഡെടുത്തു. ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൃഷിക്കാരാണ് ഈ മേഖലയിൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ തേനിന് വലിയ മാർക്കറ്റുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ തേനിൻ്റെ ഉൽപ്പാദനം ഇവിടെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്താൻ പറ്റും. കാരണം നമുക്കിപ്പോൾ അത്രയ്ക്ക് തേനിൻ്റെ ഡിമാൻഡുണ്ട്. ഇപ്പം നമ്മൾ വാഗമണിൽ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് നമ്മുടെ കമ്പനിയുടെ തേൻ എത്രയുണ്ടെങ്കിലും അവരെടുക്കും. ഗൾഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഒരു ഏജൻസി നമ്മൾ സമീപിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ തേനിനെ കുറിച്ച് ഭയങ്കരമായ നല്ലൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ RS ഗോപകുമാറാണ് കൃത്യമായി അവരൊരു പ്ലാന്റിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് 100% ഗ്യാരണ്ടിയുണ്ട്. അപ്പം അതുകൊണ്ട് തേനും ശർക്കരയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മഞ്ഞളും തുടങ്ങി ഇത്യാദി സാധനങ്ങൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി വിൽക്കുന്ന ഔട്ട്ലെറ്റാണ് ഈ പ്രകൃതി എക്കോ ഷോപ്പ്. അവിടെ ഈ വർഷം നമുക്ക് 15 ലക്ഷം രൂപയുടെ വിറ്റുവരവ് സാധ്യമാക്കണം. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം, പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നെൽകൃഷി നടത്തി 1 ലക്ഷം രൂപയുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. നഷ്ടവും ലാഭവും ഇല്ലാതെ നമുക്ക് 2.5 ഏക്കർ നെൽകൃഷി നടത്തി വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയ ലാഭം വരും. അത് സപ്ലൈകോ അതിൻ്റെ 1 ലക്ഷം രൂപയ്ക്ക് നെല്ല് അവരെടുത്തിട്ടുണ്ട്. അവർ ആ പേയ്മെന്റ് കൂടി തന്നു കഴിഞ്ഞാലേ നമുക്കതിൻ്റെ കൃത്യമായ ഒരു ചെറുതെങ്കിലും ഒരു പ്രോഫിറ്റ് നമുക്കത് കിട്ടും. അത് ഇത്തവണ മിനിമം 2 ഹെക്ടർ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർഷകരുടെ കൂടി സഹകരണത്തോടു കൂടി അത് ചെയ്യാനാണ്. കുമ്മൽ വെളിനല്ലൂർ പഞ്ചായത്തുകളിൽ കർഷക സംഗമം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിലമേൽ വെളിനല്ലൂർ പഞ്ചായത്തുകളിലായിട്ട് 2 പ്രകൃതി എക്കോ ഷോപ്പുകൾ ഈ വർഷം കമ്പനി ആരംഭിക്കണമെന്നാണ് ലക്ഷ്യമിടുന്നത്. അവിടുത്തെ ബോർഡ് മെമ്പേഴ്സിനോട് അതിന് സ്ഥല സൗകര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഔട്ട്ലെറ്റ് ഓയൂരും നിലമേലുമാണെങ്കിൽ അല്ലെങ്കിൽ കരിങ്ങന്നൂരോ അങ്ങനെ ഏതെങ്കിലും 2 സ്ഥലങ്ങളിൽ പൂർത്തീകരിച്ചു. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഷം നമുക്ക് അച്ചീവ് ചെയ്യേണ്ടുന്നൊരു കാര്യം, അത് നബാർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ അടുത്ത മാർച്ച് 31 വെച്ചിട്ട് ഈ കമ്പനിയുടെ ഓഹരി ഉടമകളുടെ എണ്ണം 1000 വരണം.